അപ്പം നമുക്ക് സ്ഥിരം കിട്ടുന്നൊരു ക്വസ്റ്റ്യനാണ് മെഹന്തി ഇട്ടിട്ട് വേഗം അടർന്നു പോകുമോ എന്നുള്ളത്. അപ്പം നമുക്ക് മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടർന്നു പോവില്ല. ഇതിപ്പോൾ ഈ കൈ ഇട്ടു, അത് കഴിഞ്ഞ് ഞാൻ ഈ കൈ പോയിട്ട് ഇട്ടു, അപ്പോഴത്തേക്ക് തുടങ്ങിയിട്ടുണ്ട് നിലവിൽ. ഇത് ഇനി ബാക്ക് ഇടാനുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ചേച്ചിക്ക് എന്ത് ചെയ്യാം, ടൈറ്റായിട്ടൊരു ഷെയ്ക്ക് ഹാൻഡ് വരെ കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ റിസൾട്ടും കാണിക്കാം. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും ഇതിങ്ങനെ തന്നെ ഇരുന്നോളും. ചേച്ചി ഇത് 2 കൈ കൂടി കൂട്ടി പൊട്ടിക്കണേ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഒരു ദിവസം 3-4 വർക്കായിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രൈഡ് രചന ചേച്ചിയാണ്. ചേച്ചിക്കും ചേച്ചിയുടെ സിസ്റ്റർ ഇൻ ലോയ്ക്കും മെഹന്തി ഇടാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിയുടെ വീട് വരുന്നത് കോട്ടയം പേരൂരാണ്. അപ്പം ആൾക്ക് സെമി ബ്രൈഡലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെമി ബ്രൈഡലാണെങ്കിലും ലോട്ടസ് വേണം, അതുപോലെ തന്നെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള മിനിമലിസ്റ്റ് ഡിസൈൻ മാത്രം മതിയായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ ബ്രൈഡിനും ഇട്ടു, ഇക്കാണെങ്കിൽ സിസ്റ്റർ ഇൻ ലോയ്ക്കും ഇട്ടു. അങ്ങനെ 2 പേരുടെയും ഡിസൈനിൻ്റെ ഉൾവശം കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ സിസ്റ്റർ ചേച്ചി ഇട്ടിരുന്ന ഡിസൈന്. അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ കൈയുടെ ഉള്ളിലെ ഔട്ട്പുട്ട് ഇതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല വൈബായിരുന്നു. ടൈം പോയതറിഞ്ഞതേയില്ല. നന്നായിട്ട് സംസാരിച്ച് കുറേ നേരം വരുന്നു. അതുപോലെ തന്നെ ദേ കൈയുടെ ബാക്കിലെ ഡിസൈൻ എന്ന് പറയുന്നത് ഡോമിലൊരു മണ്ഡല ഡിസൈൻ ആയിരുന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ സിസ്റ്റർ ചേച്ചി ചൂസ് ചെയ്ത ഡിസൈൻ ഇതായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം തന്നെ നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ചേച്ചിമാരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ അവിടുന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോയി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ്സ്. സീ യു അഗെയിൻ. സൈനിങ് ഓഫ് മെഹന്തി ആർട്ടിസ്റ്റ് കോട്ടയം.